ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്റ്റേജിന്റെ ബാക്കിൽ വലിയ ബോഡിയുള്ള ഒരു കിടിലനാൾ വന്ന് നിൽക്കുക. ഇവിടെ ആയിട്ടൊരു ചെറിയ വെട്ടുപാടുണ്ട്. പുള്ളി ഇങ്ങനെ ഒന്ന് ആരെയോ പരതി ചെറിയ ടെൻഷൻ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ആരെയോ വെട്ടാനോ കുത്താനോ എന്തിനോ വന്നേക്കുന്നതാണെന്ന് മനസ്സിലാവുന്ന അത്രയും ലുക്കുള്ള ഒരാൾ ഇങ്ങനെ വന്ന് അതിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തോ ഒന്നിക്ക് പുള്ളിക്ക് ടെൻഷനുണ്ട്, അല്ലെങ്കിൽ പുള്ളി ആരെയോ കൊല്ലാൻ വന്നാണ്. ഇങ്ങനെ ലളിതഗാന മത്സരം നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ചെസ് നമ്പർ 116 എന്ന് വിളിച്ചപ്പോൾ ഇയാൾ ഒറ്റ ചട്ടത്തിന് സ്റ്റേജിലേക്ക് കയറിയിട്ട് ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാനൊക്കെ ഒരു പാട്ട് പാടി. അപ്പോൾ ഞാൻ ഇത് ഈ പറഞ്ഞ പോലെ ലുക്കും ലളിതഗാനുമായിട്ട് ബന്ധമുള്ള ലുക്കിൽ കാര്യമില്ലെങ്കിൽ അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ഈ കഥ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞാൽ ഇച്ചിരി മുമ്പ് ഇവിടെ വന്ന് പാടിയ ഒരാളുണ്ട്, നീ കാണണം. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലല്ല പുള്ളി നിൽക്കുന്നതും പുള്ളിയുടെ എക്സ്പ്രഷനും ഒക്കെ. പക്ഷേ നന്നായിട്ട് പാടിയിട്ട് പുള്ളി അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് തപ്പി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഉത്സവപ്പറമ്പിൽ കൂടെ മുഴുവൻ തപ്പി നടന്നു കഴിഞ്ഞപ്പോഴേ എവിടെയും കാണാനില്ല. കുറച്ച് ദൂരം കഴിഞ്ഞ് ഞാനൊരു ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പം ഒരു ഐസുകാരൻ നിൽപ്പുണ്ട്. ആ ഐസുകാരൻ്റെ അടുത്ത് നിന്ന് അന്ന് പഞ്ചാമൃതം എന്ന് പറഞ്ഞൊരു ഐസ് കിട്ടും, അത് മേടിച്ച് പുള്ളി തിന്നോണ്ടിരിക്കുക.